മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സർക്കാർ പരിഗണന ലഭിക്കാതെ കെട്ടിട ഉടമകൾ. ഇരുമേഖലകളിലുമായി തകർന്നത് 50ഓളം പേരുടെ കെട്ടിടങ്ങളാണ്. 40 കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടായിട്ടും ഒരു സഹായ പദ്ധതികളിലും ഇവർ ഉൾപ്പെട്ടിട്ടില്ല. ചൂരൽമല മുണ്ടക്കൈ മഹാദുരന്തത്തിൽ ഒരു തരത്തിലുള്ള പരിഗണനയും കിട്ടാത്ത മനുഷ്യരുണ്ട്. ഉരുൾ വിഴുങ്ങിയപ്പോൾ തകർന്നടിഞ്ഞ കെട്ടിടങ്ങളുടെ ഉടമകൾ. സമ്പാദ്യങ്ങളെല്ലാം കൂട്ടിവെച്ച് കെട്ടിടങ്ങൾ നിർമ്മിച്ച് അതിന്റെ വാടക കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നവർ, ഇത്രകാലം സർക്കാരിന് നികുതി നൽകിയവർ. മഹാദുരന്തത്തിൽ അമർന്നുപോയ കെട്ടിടങ്ങൾ 50ഓളം പേരുടേത്. നഷ്ടം 40 കോടിയിലധികം രൂപയുടേതാണ്. ഇവരാരും തന്നെ സർക്കാർ സഹായ പദ്ധതികളിൽ ഒരിടത്തും ഇതുവരെ പരിഗണിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ കയ്യിൽ കുറച്ച് പൈസയൊക്കെ ആയപ്പം ഉമ്മ എസ്റ്റേറ്റിലായിരുന്നു തൊഴിൽ. അപ്പോൾ അവിടെ നിന്നുള്ള PF പിന്നെ ഞങ്ങളെ ശമ്പളത്തിൽ നിന്ന് ബാലൻസ് വെച്ച പൈസയൊക്കെ എടുത്തിട്ട് ഞങ്ങളൊരു ബിൽഡിംഗ് ഉണ്ടാക്കി. 2 കൊല്ലമായിട്ടുള്ളൂ അതിൽ നിന്നുള്ള വരുമാനം കിട്ടി തുടങ്ങിയിട്ട്. അപ്പോൾ അതാണിപ്പം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. കടമുറികളിൽ വാടകയ്ക്ക് കഴിഞ്ഞിരുന്നവരിൽ പലർക്കും പല സന്നദ്ധ സംഘടനകളും സഹായമെത്തിച്ചു. എന്നാൽ കടമുറികളുടെ ഉടമകളെ ആരും പരിഗണിച്ചില്ല. ദുരന്തത്തിനിപ്പുറം പലയിടങ്ങളിലേക്ക് പറിച്ചു നടപ്പെട്ടവർ തന്നെയാണ് കടമുറികൾ നഷ്ടപ്പെട്ടവരിൽ ഏറെയും. ബിൽഡിംഗ് ഓണേഴ്സിനുള്ള ഒരു സഹായവും ഇതുവരെ ലഭ്യമാക്കിയിട്ടില്ല. അവരോട് കാണിച്ചത് തീർച്ചയായും അനീതിയാണ്. വിവിധ സെഗ്മെന്റുകൾ ഇതിൽ മിസ്സായിട്ടുണ്ട്. ആ മിസ്സായത് ചെറിയ കാര്യമൊന്നുമല്ല, വളരെ വിഷമകരമായിട്ടുള്ള കാര്യമാണ്. വാടകക്കാർ നൽകിയ ഡെപ്പോസിറ്റ് തുക തിരിച്ചു ചോദിക്കുന്ന അനുഭവമുണ്ട്. ഇത് നൽകാൻ കഴിയാത്ത പ്രതിസന്ധിയും കടയുടമകൾ നേരിടുന്നു. സർക്കാരിന്റെ പരിഗണനയ്ക്ക് അർഹരാണ് സർവ്വതും നഷ്ടപ്പെട്ട കെട്ടിട ഉടമകളും. ആ കരുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ മനുഷ്യർ. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. ഉരുൾപൊട്ടലിൽ 50ലേറെ പേരുടെ കടമുറികൾ നശിച്ചു എന്നാണ് കണക്കുകൾ. ഇതിലെ വാടകക്കാർക്ക് പലതരത്തിലുള്ള സഹായം ലഭിച്ചുവെങ്കിലും തങ്ങൾക്ക് പരിഗണന കിട്ടിയില്ല എന്ന് കെട്ടിട ഉടമകൾ പറയുന്നു. കാണാം അവരുടെ പ്രതികരണങ്ങൾ. ഞാൻ 10-30 വർഷമായിട്ട് അന്യനാട്ടിൽ ഗൾഫിൽ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ എൻ്റെ ഉപജീവന മാർഗ്ഗമായിരുന്നു ഈ കാണുന്ന ഈ പൊളിഞ്ഞു കിടക്കുന്ന ഈ ഷട്ടർ ബിൽഡിംഗ്. ഇത് കിട്ടിയിട്ട് വേണം ഞങ്ങളുടെ കുടുംബജീവിതവും ലോണും കാര്യങ്ങളും പല കാര്യങ്ങളും ഞങ്ങൾക്കിതിലുണ്ട്. ഞങ്ങൾ ആശങ്കയിലാണ് ഞങ്ങളെ കുടുംബം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇവിടെ കച്ചവടം നടത്തിയ ആൾക്കാരുണ്ടല്ലോ, അവർ അഡ്വാൻസ് വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 ലക്ഷവും 10 ലക്ഷമൊക്കെ കിട്ടിയ ആൾക്കാർ, പക്ഷേ ഗവൺമെൻറ് തലത്തിൽ യാതൊരുവിധ ഇടപെടലും ഇതിലുണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് ഒരു സംഘടനക്കാരും ഞങ്ങൾക്കൊരു ഇതുവരെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇവിടെ 3 റൂമുണ്ട് സാറേ. ഈ 3 റൂമും കൊടുത്തതാണ്. എനിക്ക് എൻ്റെ ബുദ്ധിമുട്ട് ഇപ്പോൾ അറിയുമ്പോൾ എന്താ ചെയ്യണം, ആത്മാവിൻ്റെ വക്കിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല. പിന്നെ സർക്കാരിൻ്റെ ഭാഗം പറയുകയാണെങ്കിൽ ഇതുവരെ ഒരു പേപ്പറും ഇതിനു വേണ്ടി അനങ്ങിയിട്ടില്ല. ബിൽഡിംഗ് ഉണ്ടോയെന്ന് പോലും അവർക്ക് സംശയമാണ്. ഇതുവരെ ആരും അതിനുള്ള വന്ന് നോക്കിയിട്ട് പോലുമില്ല. ഈ സാഹചര്യത്തിൽ നമ്മൾ ആരോടാണ് പറയേണ്ടത്? എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇതുവരെ നമുക്ക് ആരും പറയുന്നുമില്ല. നമ്മളെക്കുറിച്ച് ആരും ഒരു ചർച്ച പോലും ഇതുവരെ നടക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിനെ ഇറങ്ങിത്തിരിക്കുന്നത്. ഇതിൽ മീഡിയ അറ്റൻഷൻ കിട്ടിയാൽ മാത്രമേ ഞങ്ങളെ പ്രശ്നം ഗവൺമെൻറ്റിലേക്ക് എത്തുള്ളൂ.